ഹലോ സ്വിഗ്ഗി എന്നാണ്. ഈ വീട് ആക്ച്വലി കൊള്ളാട്ടോ, അടിപൊളി വീട്. എന്റെ മോനെ മഹാ അത്ഭുതം. മസാല ദോശ 2 വട. സെക്യൂരിറ്റീസും കൂടെ ഉണ്ടെങ്കിൽ അവരുടെ കുറച്ച് തൊഴിയും കേൾക്കണം. ആണോ 0.215 10 രൂപ ടിപ്പ് കിട്ടിയിരിക്കുകയാണ് സുഹൃത്തുക്കൾ. ഭയങ്കര മൂഞ്ചി അവസ്ഥയിലായിരിക്കും ഗൈസ്. സമയം ഇപ്പം 6:54 ആയിട്ടുള്ളത്. നമ്മളിപ്പോൾ 6:15 സോണിലെത്തിയിട്ടുണ്ടായിരുന്നു. ഏകദേശം 3/4 മണിക്കൂറായി. കട്ട പോസ്റ്റാണ് രാവിലെ തന്നെ. ഞാൻ വിചാരിച്ചു, ഞാനിപ്പോൾ ആക്ച്വലി ഒരാഴ്ചയായിട്ട് സ്വിഗ്ഗി ഇറങ്ങിയിട്ടേ ഇല്ലായിരുന്നു. ഞാൻ വിചാരിച്ചു ഒരാഴ്ച കൊണ്ട് ഈ ഓർഡർ കുറവുള്ളതൊക്കെ ഒന്ന് മേക്ക് ഓവറായി വന്നിട്ടുണ്ടാവും എന്നുള്ളത്. പക്ഷേ ഒരു മാറ്റവും ഇല്ല. നമുക്കിപ്പോൾ 6 മണി മുതൽ 9 മണി വരെ സർജ് അവൈലബിൾ ആണ്. ആ സർജിന് എന്തായാലും നോക്കണ്ട, രാവിലത്തെ സർജിന് എന്തായാലും കിട്ടും എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഏറ്റവും കൂടുതൽ സർജ് ഉള്ളതും രാവിലെ ആയിരുന്നു. പക്ഷെ ഇനി അത് കിട്ടും തോന്നുന്നില്ല. രാവിലത്തെ സർജിൻ്റെ ഏകദേശം 1 മണിക്കൂർ ഇപ്പം തന്നെ കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് 9 മണി വരെ ഉണ്ട് സർജ്. ബട്ട് ഓർഡർ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്താ ചെയ്യുക. ഇനിയിപ്പോൾ 12 to 2 സർജ് ഓണാവുന്നുണ്ട്. അതുപോലെ തന്നെ വൈകുന്നേരം 7 to 9 സർജ് ഉള്ളത്. സമയം അങ്ങനെ 7:10 ആയ സമയത്ത് നമുക്കിപ്പോൾ ഓർഡർ അടിച്ചിരിക്കുകയാണ്. പിള്ളേ സ്നാക്സിൽ നിന്നാണ് നമുക്ക് ആദ്യത്തെ ഓർഡർ കിട്ടിയിരിക്കുന്നത്. സാധാരണഗതിയിൽ ഫസ്റ്റ് ഓർഡർ ഏത് സമയം കിട്ടുന്നത് പിള്ളേ സ്നാക്സിൽ നിന്നാണ്. 35 രൂപയുടെ ഓർഡറാണ് നമുക്ക് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. രാവിലെ ആയതുകൊണ്ട് റോഡ് ഭയങ്കര കാലിയാണ്. പക്ഷെ നല്ല മഴക്കാറുണ്ട് സുഹൃത്തുക്കളെ. മഴ പെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വ്ളോഗ് പരിപാടി ഒന്നും നടക്കൂല. ഓൾമോസ്റ്റ് ഈ ഇടയായിട്ട് എനിക്ക് തോന്നുന്നു സ്വിഗ്ഗി ആണെങ്കിലും സൊമാറ്റോ ആണെന്നുണ്ടെങ്കിലും ഓർഡർ വളരെ നല്ല രീതിയിൽ കുറവ് തന്നെയാണ്. ഞാൻ വിചാരിച്ചത് സ്വിഗ്ഗി മാത്രമാണ് ഇങ്ങനെയെന്നാണ്. സൊമാറ്റോക്കാരനോട് ചോദിച്ചു നോക്കിയപ്പോഴും ഇതിലും അബദ്ധമാണെന്നാണ് പറഞ്ഞത്. പിന്നെ സൊമാറ്റോ നിങ്ങൾക്ക് അറിയാലോ, ഓൾറെഡി ഇപ്പൊ സോണിൽ എവിടെ നിൽക്കുകയാണെന്നുണ്ടെങ്കിലും സൊമാറ്റോ ഓർഡർ അങ്ങനെ അടിയാറില്ല. ഓർഡർ അടിയണമെന്നുണ്ടെങ്കിൽ സൊമാറ്റോക്ക് അടുപ്പ് കയറിയിരിക്കണം. അതായത് ഹോട്ടലിന്റെ നിയർ ബൈ ലൊക്കേഷൻസിൽ ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ സൊമാറ്റോയിൽ അധികം അങ്ങനെ ഓർഡർ കിട്ടുള്ളൂ. പക്ഷെ സ്വിഗ്ഗി അങ്ങനെയല്ല. പൊതുവെ സൊമാറ്റോ അപേക്ഷിച്ച് നോക്കുന്ന സമയത്ത് സോണിൽ എവിടെ നിന്നാലും നമുക്ക് ഓർഡർ കിട്ടും. ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങൾ എന്നൊക്കെ പറയുന്ന സമയത്ത് ഇനി മഴയാണ് വരാനായിട്ട് പോകുന്നത്. നല്ല രീതിക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന സമയമാണ്. ആ സമയത്താണ് ഓർഡർ ഒന്നും ഇങ്ങനെ കുറവായിരുന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര മൂഞ്ചി അവസ്ഥയിലായിരിക്കും. ഓർഡർ എന്തായാലും റെഡി ആയിട്ടുണ്ട്. 0215 ആണോ 0.215 ഇതല്ലേ എന്റെ ഉള്ളിൽ ഒരുപാട്. പക്ഷെ ഇതിനകത്ത് 12 വർഷം കാണുന്നില്ലല്ലോ. ആ ഓക്കെ പിക്കപ്പ് കംപ്ലീറ്റഡ്. ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വിഗ്ഗിയുടെ ആപ്പ് കൺട്രോൾ ചെയ്യുന്നത് ഇവർ വീട്ടിൽ നിന്നാണ്. അതായത് പിള്ളേ സ്നാക്സിന്റെ ഓണറുടെ വീട്ടിൽ നിന്നാണ് ഇത് കൺട്രോൾ ചെയ്യുന്നത്. അതുകൊണ്ടുള്ള പ്രശ്നം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഓർഡർ എപ്പോഴും എനിക്ക് തെറ്റിപ്പോവാറുണ്ട്. എനിക്ക് തെറ്റിപ്പോവാറല്ല, ഇവര് തന്നെ എടുത്തു തരും. എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ പോവാൻ നേരത്ത് ഇവർ അവിടുന്ന് വിളിച്ചു പറയും, മോനെ ഫുഡ് മാറിപ്പോയി, മോനെ ഫുഡ് മാറിപ്പോയി എന്ന് പറഞ്ഞു. അങ്ങനെ ഇവര് ഫുഡ് 2 പ്രാവശ്യം എനിക്ക് ഇവിടുന്ന് മാറ്റി കിട്ടിയിട്ടുണ്ട്. ഇതിപ്പോ നമ്മൾ കസ്റ്റമർ എടുത്ത് പോകുമ്പോൾ അവരുടെ സൈഡിൽ നിന്നാണ് ഇത് ഫുഡ് മാറിപ്പോയി എന്ന് പറഞ്ഞിട്ട് കംപ്ലൈന്റ് വരികയാണെന്നുണ്ടെങ്കിൽ സോ അത് നമുക്കൊരു നെഗറ്റീവായി ബാധിക്കും. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ബാക്കിയുള്ള റെസ്റ്റോറന്റുകളിലെല്ലാം ഫുഡിന്റെ മുകളിൽ തന്നെ അതിന്റെ ബില്ല് ഉണ്ടാവും. ആ ബില്ലിന്റെ മുകളിൽ ഓർഡർ നമ്പറും അതുപോലെ തന്നെ നമുക്ക് അടിച്ചു കൊടുക്കേണ്ട OTP നമ്പറും അതിനകത്ത് തന്നെ ഉണ്ടാവും. സോ ഇവിടെ എന്ന് പറയുമ്പോൾ ഈ OTP നമ്പറും ബിൽ നമ്പറും ഓർഡർ നമ്പറും ഒരു പരിപാടിയില്ല. ഐറ്റംസ് എന്താണോ അത് കറക്റ്റ് അതിന്റെ മുകളിൽ എഴുതി വെക്കുമ്പോൾ നമ്മൾ ക്രോസ് ചെക്ക് ചെയ്യുന്ന സമയത്ത് ഇതേപോലെ തന്നെ ഐറ്റംസ് കറക്റ്റ് എല്ലാം ഉണ്ടോ എന്നുള്ളത് ക്രോസ് ചെക്ക് ചെയ്യണം. അത് ആക്ച്വലി അവർ ക്രോസ് ചെക്ക് ചെയ്യേണ്ട പരിപാടിയാണ്. അവർ ഹോട്ടലുകാർ ക്രോസ് ചെക്ക് ചെയ്തിട്ട് അതിന്റെ OTPയും ഓർഡർ നമ്പറും അതിൽ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അത് മാത്രം നോക്കിയാൽ മതി. ഇവിടെ അത് ഭയങ്കര കുറച്ച് ചൊറ പരിപാടിയാണ്. പിന്നെ ചില സമയത്ത് അവർ കറക്റ്റ് ആയിട്ട് എടുത്ത് തരും കേട്ടോ. ശരിക്കും അവരെടുത്ത് തരുമ്പോഴാണ് എനിക്ക് 2 പ്രാവശ്യം തെറ്റിയിട്ടുള്ളത്. ഓക്കെ അതെന്തെങ്കിലും ആവട്ടെ. അപ്പൊ ഈ ഓർഡർ നമുക്ക് കൊണ്ടു കൊടുക്കാനുള്ളത് കോഴിക്കോട് നടക്കാവ് കാരാട്ട് റോഡ് ഭാഗത്തേക്കാണ്. സോ ഗോ ടു ദ കസ്റ്റമർ ലൊക്കേഷൻ. ഷീൻസ് എന്നാണ് കസ്റ്റമറുടെ വീടിന്റെ പേര്. സോ ഇവിടെയാണ് ലൊക്കേഷൻ കാണിക്കുന്നത്, ഷീൻസ്. ഓക്കെ ഇത് തന്നെ വീട്. നല്ല വീടാണല്ലോ, കുറെ ചെടികളും പൂക്കളും. പട്ടി ഉണ്ടാവോ? ബോഗൺവില്ല. വാവ്. താങ്ക് യു. എന്റെ മോനെ ആദ്യത്തെ ഓർഡർ തന്നെ നമുക്ക് 10 രൂപ ടിപ്പ് കിട്ടിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. 10 രൂപ ടിപ്പ്. ഈ ഓർഡർ നമുക്ക് 36 രൂപയാണ് കിട്ടിയിരിക്കുന്നത്. എന്റെ അമ്മ ആദ്യത്തെ ഓർഡർ കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ അടുത്ത ഓർഡറാ 90 രൂപയുടെ ഓർഡറോ? ഇതെന്ത് പറ്റി? ഞാനിപ്പോ ഇങ്ങനെ പറയാൻ വരികയായിരുന്നു, ആദ്യത്തെ ഓർഡർ കിട്ടി, ഇനി എപ്പോഴാണ് ഇനി അടുത്ത ഓർഡർ കിട്ടുക എന്നുള്ളതൊക്കെ ഇങ്ങനെ പറയാനായിട്ട് തുടങ്ങിയായിരുന്നു. അപ്പോഴാണ് നമുക്ക് രണ്ടാമത്തെ ഓർഡർ പെട്ടെന്ന് തന്നെ കിട്ടിയത്. അതും ലോങ് ആണ് ഗൈസ്. 23 രൂപ നമുക്ക് അഡീഷണൽ റിട്ടേൺ ബോണസ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. സോ 90 രൂപയുടെ ഓർഡറാണിത്. ചിലപ്പോ രണ്ടാമത്തെ ഓർഡറിന്റെ ഈ ആവശ്യം മാത്രമേ ഉണ്ടാവുള്ളൂ. മൂന്നാമത് ചിലപ്പോൾ അടിയലുണ്ടാവില്ല.
എന്തായാലും രണ്ടാമത്തെ ഓർഡർ കിട്ടിയിരിക്കുന്നത് നമുക്ക് കാപ്പിക്കൂട്ടം റെസ്റ്റോറന്റിൽ നിന്നാണ്. സോ ഗോ ടു ദ റെസ്റ്റോറന്റ് ലൊക്കേഷൻ. കഴിഞ്ഞ പ്രാവശ്യം ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ചതൊക്കെ മൊത്തം കഴിഞ്ഞു. ഇനിയിപ്പോ നമുക്കൊരു ഫുൾ ടാങ്കും കൂടെ അടിക്കാം. ഫുൾ ടാങ്ക് എന്ന് പറയുമ്പോൾ 1200 രൂപയ്ക്കാണ് ഇപ്പൊ ഞാൻ അടിക്കുന്നത്. അത് ഫുൾ ആവും. 1200 1200. $11.25 നമുക്കിപ്പോ പെട്രോൾ കിട്ടിയത്. ഓൾമോസ്റ്റ് ഈ ടാങ്ക് എന്ന് പറയുന്നത് 12 ലിറ്റർ ടാങ്ക് ആണ്. പിന്നെ ഇതിനകത്ത് ഓൾറെഡി കുറച്ച് പെട്രോൾ ഉണ്ടായിരിക്കുമല്ലോ. അപ്പൊ എല്ലാം കൂടെ കൂട്ടിയിട്ട് ഇപ്പൊ ഓൾമോസ്റ്റ് ഒരു 12 ലിറ്റർ പെട്രോൾ ഉണ്ടാവും ഇതിനകത്ത്. ഓർഡർ ഓൾറെഡി റെഡി ആയിട്ടുണ്ട് കാപ്പിക്കൂട്ടൻ റെസ്റ്റോറന്റിൽ. മസാല ദോശ 2 വട എടുക്കട്ടെ. ഓക്കെ, 16.81. 3 മസാല ദോശയും 2 വടയുമാണ് നമ്മളിപ്പോ കൊണ്ടുപോകുന്നത്. എന്റെ അമ്മോ, ഇതൊരു 1.5 ലോങ് ആണല്ലോ. ഓൾമോസ്റ്റ് 10 കിലോമീറ്ററോളം ഓടാനുണ്ട്. ചെറുവറ്റ എന്ന് പറഞ്ഞിട്ടുള്ള ഭാഗത്തേക്കാണ്, ഏകദേശം നമ്മുടെ മെഡിക്കൽ കോളേജ് ഭാഗത്തേക്ക്. ആക്ച്വലി ഈ സർജ് ഉള്ള സമയത്തുണ്ടല്ലോ നമുക്ക് ചെറിയ ചെറിയ ഓർഡർ കിട്ടുന്നതാണ് ആക്ച്വലി നല്ലത്. അതായത് ഒരു 3-4 കിലോമീറ്ററിന്റെ ഓർഡർ. പക്ഷെ ഇപ്പത്തെ സ്ഥിതിയിൽ എന്ന് പറയുമ്പോൾ നമ്മളെ പെർസെന്റേജ് കണക്കിനായതുകൊണ്ട്, അതായത് സർജ് ഇപ്പൊ ഫ്ലാറ്റ് അല്ലല്ലോ, 20 രൂപ എന്ന് കാണിക്കുമെങ്കിലും നമുക്ക് 20 രൂപ ഓരോ ഓർഡറിനും കിട്ടൂല. അതിന്റെ ദൂരത്തിനനുസരിച്ചാണ് നമുക്ക് കിട്ടുന്നത്. സോ അതുകൊണ്ട് മേ ബി ലോങ് ഓർഡർ കിട്ടുന്നതായിരിക്കും ബെറ്റർ. സത്യം പറഞ്ഞാൽ രണ്ടും ബെറ്റർ ആണ്. പക്ഷെ ലോങ് ഓർഡർ കിട്ടുന്ന സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈം ഒരുപാട് പോകും. നമുക്ക് പെട്ടെന്ന് 10 കിലോമീറ്റർ ഒക്കെ എങ്ങനെ പോയാലും ഒരു അരമണിക്കൂർ ആവും തിരിച്ചു പോയി ഓർഡർ കൊടുത്ത് തിരിച്ച് സോണിലേക്ക് വരാനായിട്ട്. സോ അങ്ങനെ നോക്കുന്ന സമയത്ത് ചെറിയ ഓർഡർ ആണ് നല്ലത്. നമുക്ക് ഓർഡറിന്റെ എണ്ണം വേഗം തേക്കാൻ പറ്റും. അങ്ങനെ ടോട്ടലി നമ്മളിപ്പോ 8 കിലോമീറ്റർ സഞ്ചരിച്ചുകൊണ്ട് കസ്റ്റമർ ലൊക്കേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. രാവിലെ തന്നെ പണിക്ക് പോകാനായിട്ട് ഫുൾ ആൾക്കാരാണല്ലോ ബംഗാളികൾ. ഈ ഓർഡർ നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറി ആയിട്ടാണ് കിട്ടിയിട്ടുള്ളത്. 433 രൂപ ക്യാഷ് ഓൺ ഡെലിവറി ആയിട്ടാണ് കിട്ടിയിരിക്കുന്നത്. സോ ഇത് നമുക്ക് അക്കൗണ്ടിലേക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്രോൾ അടിച്ച 1200 രൂപ നമുക്ക് അക്കൗണ്ടിലേക്ക് റീഫില്ല് ചെയ്യാമായിരുന്നു. ഇവിടെയാണ് ലൊക്കേഷൻ കാണിക്കുന്നത്. വിളിച്ചു നോക്കട്ടെ. ഹലോ, സ്വിഗ്ഗി എന്നാണ്. ഞാനിപ്പോ ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ടായിരുന്നു. ചെറുവറ്റ വൻകണക്കിൽ അംഗനവാടി എന്നൊക്കെ പറഞ്ഞൊരു ബോർഡ് ഉണ്ട്. കുറച്ച് ബാക്കോട്ട് വരണം. നിങ്ങൾ വലതുവശത്ത് ഒരു കനാലില്ലേ, ആ കനാല് സ്റ്റാർട്ട് ചെയ്തോടത്ത് കനാലിലൂടെ പാലിട്ടിട്ടുള്ള വീട്. ഒരു തുറന്നിട്ട വീടല്ലേ, ഒരു നിലത്ത് കല്ലൊക്കെ പതിച്ചേ? അതെ അതെ. ഓക്കെ, ഞാൻ ഫ്രണ്ടിലുണ്ട്. ബാലൻസ് ജിപേ ചെയ്തിട്ടെ അയച്ചിട്ടുണ്ടേ. ഈ വീട് ആക്ച്വലി കൊള്ളാട്ടോ, അടിപൊളി വീട്. എനിക്ക് വീട് ഒരു ഭയങ്കര ഭംഗിയിലിരിക്കണം എന്ന് ഭയങ്കര ആഗ്രഹമാണ്. എന്റെ ഒരു ഡ്രീമിലുള്ള വീട് എന്നൊക്കെ പറയുമ്പോൾ നമ്മളിപ്പൊ കണ്ട വീട് ആ ടൈപ്പാണ്. അതിനകത്തേക്ക് ഒരു സ്വിമ്മിംഗ് പൂളും കൂടെ ഉണ്ടെങ്കിൽ പൊളിച്ച്. ഞാൻ പ്ലാൻ ചെയ്യാൻ പോകുന്ന വീട്ടിൽ ആക്ച്വലി ഒരു സ്വിമ്മിംഗ് പൂളും അതുപോലെ തന്നെ ഒരു പ്ലേ ഏരിയയും കൂടെ വേണം. നമ്മളൊരു ടർഫിന്റെ ഒരു മിനി ടർഫ് ഏരിയ ഒക്കെ ഇല്ലേ, അതേപോലെ തന്നെ ഒരു ഏരിയ. ഈ 2 ഏരിയ എനിക്ക് മസ്റ്റ് ആണ്. അതേപോലെ തന്നെ അവിടെ ജിമ്മും കൂടെ ഒരു റൂമിൽ സെറ്റ് ചെയ്യണം എന്നുണ്ട്. അതുപോലെ തന്നെ തിയേറ്റർ. ഇതൊക്കെ നടക്കോ ഇല്ലയോ എന്നുള്ളത് അറിയില്ല. ഓക്കെ, അപ്പൊ ഈ ഓർഡർ നമ്മൾ കൊടുത്ത സമയത്ത് 92 രൂപയാണ് ഇതിനകത്ത് കാണിക്കുന്നത്. 24 രൂപയായിട്ട് നമുക്ക് സർജ് കിട്ടിയിട്ടുണ്ട്. സോ ഇതാ ഞാൻ നേരത്തെ പറഞ്ഞത്, ഇതിപ്പോ ചെറിയ ഓർഡർ ആണെന്നുണ്ടെങ്കിൽ ഈ സർജിന്റെ സ്ഥാനത്ത് ഒരു 8 രൂപയോ 9 രൂപയോ 10 രൂപയൊക്കെ കാണിക്കുള്ളൂ. ഇത് കിലോമീറ്റർ കൂടുന്നതനുസരിച്ച് നമുക്ക് സർജിന്റെ വലുപ്പവും കൂടും. 22 രൂപ ഇപ്പൊ റിട്ടേൺ ബോണസ് ആയിട്ട് നമുക്ക് കിട്ടുന്നതാണ് കാണിക്കുന്നത്. 3 മിനിറ്റോടെ വെയിറ്റിംഗ് പീരീഡ് ഉണ്ട്. സോ നമുക്ക് പതുക്കെ മുന്നോട്ട് പോകാം. എന്റെ മോനെ, മഹാ അത്ഭുതം! സോണിൽ എത്തുന്നതിന് എത്രയോ മുന്നേ നമുക്ക് സോണിന് പുറത്തു നിന്നും ഓർഡർ അടിഞ്ഞിരിക്കുകയാണ് സുഹൃത്തുക്കളെ. 49 രൂപയുടെ ഓർഡർ, അതും സൽക്കാരാബായ് പാരഗൺ നടക്കാവുന്ന. എന്റെ മോനെ, ഇതിപ്പോ ഉണ്ടല്ലോ വല്ലാത്തൊരു അത്ഭുതമാണ്. കാരണം എന്താണെന്നറിയോ, ഇവിടുന്ന് സോണിലേക്ക് ഏകദേശം 4 കിലോമീറ്ററോളം ഉണ്ട്. നമ്മളിപ്പോ രണ്ടാമത്തെ ഓർഡർ സോണിന് പുറത്ത് കൊടുത്തിട്ട് നമ്മളിപ്പോ മലാപ്പറമ്പ് എത്തുന്നതേ ഉള്ളൂ. മലാപ്പറമ്പിലേക്ക് ഇനി 1/2 കിലോമീറ്റർ ഉണ്ട്. സോണിന് പുറത്തുനിന്ന് ഇങ്ങനെ ഓർഡർ അടിയണമെങ്കിൽ അതിനർത്ഥം ഇന്ന് അത്യാവശ്യം ഓർഡർ ഉണ്ടെന്നായിരിക്കാനാണ് ചാൻസ്. നമ്മളില്ലേ സൽക്കാരയിലേക്ക് ഫുഡ് എടുക്കാൻ വരുന്ന വഴി തന്നെ നമുക്ക് ഒരു ഓർഡറും കൂടെ അടിച്ചു. ടോട്ടലി നമുക്ക് ഇവിടുന്ന് 2 ഓർഡർ പിക്കപ്പ് ചെയ്യാനുണ്ട്. എന്ത് പറ്റിയോ സ്വിഗ്ഗിക്ക്? അങ്ങനെ 2 ഓർഡറും നമ്മൾ കൈപ്പറ്റിയിരിക്കുകയാണ്. ടോട്ടലി നമ്മളിപ്പോ 4 ഓർഡർ അങ്ങനെ കംപ്ലീറ്റ് ചെയ്യും ഗൈസ്. അങ്ങനെ പാരഗണിലെ ആദ്യത്തെ ഓർഡർ നമുക്ക് കൊണ്ടുപോകാനുള്ളത് ഗാലക്സിയുടെ മാഗ്നം ഓപ്പോസ് എന്ന് പറഞ്ഞിട്ടുള്ള ഫ്ലാറ്റിലേക്കാണ്. പോകാനുള്ള ദൂരം വെറും 1 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. കൊണ്ടുപോകുന്ന ഐറ്റം എന്ന് പറയുന്നത് കടലക്കറിയും പുട്ടുമാണ് സുഹൃത്തുക്കളെ. സോ നമുക്ക് ആദ്യത്തെ കസ്റ്റമർ ലൊക്കേഷനിലേക്ക് പോകാം. സോ ഇതാണ് മാഗ്നം ഓപ്പസ് എന്ന് പറഞ്ഞിട്ടുള്ള ഗാലക്സിയുടെ ഫ്ലാറ്റ്. 35 ഫ്ലോർ ആണ് ഈ ഫ്ലാറ്റിനുള്ളത്, 2 സീലേക്ക്. സോ നമുക്ക് ഈ ക്യാമറ പരിപാടി നമുക്ക് ഇവിടെ ക്ലോസ് ചെയ്യാം. എന്നിട്ട് ഇത് കൊടുത്ത് വന്നിട്ട് ബാക്കി വ്ളോഗ് കാണാം. കാരണം വെറുതെ ആ സെക്യൂരിറ്റി ചേട്ടനോട് കച്ചറ ഉണ്ടാക്കണ്ടല്ലോ.
വെയിലിന് ഓരോ ദിവസം കഴിയുമ്പോഴും എമ്മാതിരി ചൂടാ ഗൈസ്. സമയം ഇപ്പം 1:30 മണിയാണ് ആയിട്ടുള്ളത്. ഇപ്പൊ നല്ല രീതിക്ക് വെയിലുണ്ട്, നല്ല രീതിക്ക് ചൂടുണ്ട്. ഇപ്പൊ നമ്മൾ ഓർഡർ എടുക്കാൻ പോകുന്നത് ടോപ്പ് ഫോം SM സ്ട്രീറ്റിൽ നിന്നാണ്. ഇത് നമ്മുടെ 18ാമത്തെ ഓർഡർ ആണ് ഗൈസ്. ഇതിന്റെ മോനെ ഇന്ന് രാവിലെ ഒരു കുറച്ച് സമയം ഒരു 7 മണി വരെ, അതായത് ഒരു 6 to 7 മണി വരെ നല്ല രീതിക്ക് പോസ്റ്റ് തന്നെയായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ട് ഒരു 8 മണി 7 മണിക്ക് കൊണ്ട് ഓർഡർ അടിച്ച് തുടങ്ങിയിട്ട് പിന്നെ ഈ നിമിഷം വരെ എനിക്കൊന്ന് 10 മിനിറ്റ് ഇരിക്കാനുള്ള ടൈമും കൂടെ കിട്ടിയിട്ടില്ല. ആദ്യ ഓർഡറുകളായിരുന്നു ഇന്ന് കിട്ടിയത്. ഒക്കെ ചെറിയ ചെറിയ ഓർഡർ ആയതുകൊണ്ട് ഓർഡറിന് എണ്ണം വേഗം ഇങ്ങനെ തീരുന്നുണ്ട്. പിന്നെ സർച്ച് ഇപ്പോൾ വലിയ സർച്ച് ഫ്ലാറ്റ് അല്ലാത്തത് കൊണ്ട് വലിയ സർച്ച് കിട്ടുന്നില്ല. പക്ഷെ എന്നാൽ പോലും 9 രൂപയായിട്ട് നമുക്ക് ഇങ്ങനെ സർച്ച് കിട്ടുന്നുണ്ട്. അവിടെ പോലീസ് ഉണ്ടെങ്കിൽ വൺ വേക്ക് പെറ്റി അടിക്കുവോ? പോലീസ് ഉണ്ടാവല്ലേ. കേറി ഇനി ഇവിടത്തെ ആൾക്കാരെ ഹോൺ അടിച്ചാൽ പോലും മാറൂല. ഇതാണ് സുഹൃത്തുക്കളെ SM സ്ട്രീറ്റ്. അലുവ വേണ്ടേ? അലുവ ടോപ്പ് ഫോം എന്ന് ഇവിടെ നിന്നാണ് നമുക്ക് ഓർഡർ എടുക്കാനുള്ളത്. 3726 3726. ടോപ്പ് ഫോമിന്റെ അകത്ത് നല്ല കിടിലൻ ബിരിയാണിയുടെ സ്മെല്ലുണ്ടായിരുന്നു. മൂക്കിലേക്ക് അടിച്ചു കയറി. എനിക്കാണെങ്കിൽ നല്ല രീതിക്ക് വിശക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഈ ഓർഡർ നമുക്ക് കൊണ്ടു കൊടുക്കാനുള്ളത് റോയൽ അവന്യൂ അപ്പാർട്ട്മെന്റ് ആണ്. സംഭവം പറഞ്ഞ അപ്പാർട്ട്മെന്റ് എവിടെയാണെന്ന് എനിക്കറിയില്ല. ഗൂഗിൾ മാപ്പ് നോക്കി പോണം. സുരഭിയാണോ? ശരി, നമുക്ക് അപ്പാർട്ട്മെന്റിലേക്ക് കയറേണ്ടി വന്നില്ല. പുള്ളിക്കാർ പുറത്തേക്ക് വന്നിട്ട് സാധനമായി. എല്ലാ കസ്റ്റമേഴ്സും ആക്ച്വലി ഇങ്ങനെയായിരുന്നെങ്കിൽ എന്ത് സുഖമായിരുന്നു. ഈ അപ്പാർട്ട്മെന്റിലേക്ക് കയറിയിട്ട് അവിടെ ഫുഡ് കൊടുക്കാന്ന് പറയുന്നത് ചടങ്ങ് പരിപാടിയാണ്. സെക്യൂരിറ്റീസും കൂടെ ഉണ്ടെങ്കിൽ അവരുടെ കുറച്ച് തൊഴിയും കേൾക്കണം. കറന്റ്ലി ഇപ്പൊ നമ്മൾ 700 രൂപയാണ് ഏണിങ്സ് ഉണ്ടാക്കിയെടുത്തത്. കിലോമീറ്റർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് 120 കിലോമീറ്ററിന് അടുപ്പിച്ചാവുന്നുണ്ട്. നേരത്തെ നമ്മൾ പറഞ്ഞ സമയത്ത് 120 കിലോമീറ്റർ ആയിട്ടില്ല, എന്നാലും ഒരു 4 കിലോമീറ്ററിന് കുറവുണ്ട്. എന്തായാലും 116 കിലോമീറ്ററിൽ നമ്മളിപ്പോ ആക്ച്വലി 700 രൂപയാണ് ഏണിങ്സ് ഉണ്ടാക്കിയെടുത്തത്. 18 ഓർഡർ ഇപ്പൊ കംപ്ലീറ്റ് ചെയ്തു. ഇനി ഒരു 4 ഓർഡറും കൂടെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ ഇൻസെന്റീവ് സ്ലാബ് ഖുദാഹവ. ഇന്ന് ആക്ച്വലി കൊള്ളാം ഗൈസ്. ഇന്ന് ഞാൻ രാവിലെ തന്നെ വിചാരിച്ച, രാവിലത്തെ ഒരു പോസ്റ്റ് കിട്ടിയ സമയത്ത് വിചാരിച്ചത് ഇന്ന് മൂഞ്ചിന്നാണ്. പക്ഷെ ഇന്ന് ആക്ച്വലി നൈസ്. ഇത് ഇനിയിപ്പോ നാളെ തൊട്ട് ഉണ്ടാവുമോ എന്ന് എനിക്കറിയില്ല. ഇനിയിപ്പോ ഇന്ന് മാത്രമാണോ ഇത് ഇങ്ങനെയെന്ന് അറിയില്ല. ഇന്ന് എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഓർഡർ കിട്ടിയത് കാപ്പിക്കൂട്ടം റെസ്റ്റോറന്റിൽ നിന്നും അതേപോലെ തന്നെ സൽക്കാര പോയി പാരഗൺ നടക്കാവുന്ന ഈ 2 സ്ഥലങ്ങളിലാണ് ഏറ്റവും കൂടുതൽ എനിക്ക് ഓർഡർ കിട്ടിയത്. അടടാ പാവിങ്കളാ മൂഞ്ചി 97 രൂപയുടെ ഓർഡർ. അതും ഇത് ഒരുപാട് ഓടാനുണ്ടല്ലോ ദൈവമേശ്വര. പാരഗൺ റെസ്റ്റോറന്റ് നിന്നാണ് നമുക്ക് ഫുഡ് എടുക്കാനുള്ളത്. പാരഗണിൽ നിന്നും ഓൾമോസ്റ്റ് ബേപ്പൂര് വരെ നമുക്ക് പോകാനുണ്ട്. ഇതാണെങ്കിൽ റിട്ടേൺ ബോണസ് പോലും ഉണ്ടാവില്ല. പക്ഷെ ബേപ്പൂര് സോണാണ് ഗൈസ്. സമയം അങ്ങനെ 2:15. സത്യം പറഞ്ഞാൽ വിശന്നിട്ടുണ്ടല്ലോ. ഉള്ളാകെ കത്തിക്കരിഞ്ഞൊരു സ്മെല്ലാണ് എനിക്കിപ്പോൾ കിട്ടുന്നത്. എന്താണെന്നറിയില്ല, 2 മണിയായിട്ടുള്ളൂ. നല്ല രീതിക്കുള്ള വിശപ്പുണ്ട്. ഇപ്പം ഞാൻ നിൽക്കുന്നത് നമ്മുടെ മുഗദാർ ബീച്ചിൻ്റെ അവിടെ ഒരു ഗ്രൗണ്ടിലാണ്. ഇവിടെ എന്തോ ഒരു പരിപാടി നടക്കുന്നുണ്ട്. ഇത് അവിടെ ഇങ്ങനെ ആയിട്ട് സ്റ്റേജൊക്കെ കെട്ടിയിട്ടുണ്ട്. എന്താ പരിപാടി എന്നറിയില്ല. സോ ഞാനിപ്പോൾ ഫുഡ് കഴിക്കാൻ പോവാണ്. ഇതുവരെ നമ്മൾ 2 മണി വരെ കാത്തിരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സർജ് തീരാനായിട്ടായിരുന്നു. സോ എന്താണ് കഴിക്കുന്നതെന്ന് എനിക്കറിയാമല്ലോ, ചപ്പാത്തി ചിക്കൻ കറി. ഇവിടെ നിന്നാണ് ഫുഡ് കഴിച്ചത്. ഇവിടെ നമുക്ക് അത്യാവശ്യം നന്നായിട്ട് ഇരുന്ന് കഴിക്കാനായിട്ട് പറ്റി. ഡെയിലി ആക്ച്വലി ഈ ചിക്കൻ തിന്ന് മടുത്തു. ഇനി അത് മീനിലേക്ക് മാറ്റി നോക്കണം. ഞാൻ പിന്നെ കുറച്ച് പ്രോട്ടീൻ സോഴ്സും കുറച്ച് അല്ലറ ചില്ലറ കുറച്ച് പ്രോട്ടീൻ കാര്യങ്ങളൊക്കെ കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ചിക്കൻ എടുക്കുന്നത്. സോ ഇനിയിപ്പോൾ മീനിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മളങ്ങനെ ഫുഡ് കഴിച്ചു ഗൈസ്. നമുക്കിപ്പോൾ ബർഗർ ലോഞ്ചിൽ നിന്ന് ഒരു ഓർഡർ കിട്ടിയിട്ടുണ്ട്. സോ അത് എടുക്കാനായിട്ട് പോകണം. അപ്പോൾ ഇനി ഞാൻ ബർഗർ ലോഞ്ചിലോട്ട് പോട്ടെ. ഓർഡറൊക്കെ ശരിക്കും കിട്ടുമ്പോൾ ഇങ്ങനെ കിട്ടണം. ഇപ്പൊ നമ്മൾ ബർഗർ ലോഞ്ചിലോട്ട് പോകുന്ന വഴിക്ക് ഇത് ഒരു ഓർഡർ ഇപ്പൊ വീണ്ടും കിട്ടിയിരിക്കുകയാണ്. ബർഗർ ലോഞ്ചിൽ നിന്ന് തന്നെ 2ാമത്തെ ഓർഡറാണ് കിട്ടിയിരിക്കുന്നത്. ഇത് നമുക്ക് ടോട്ടല്, ഇത് ആദ്യത്തെ ഓർഡർ എനിക്ക് തോന്നുന്നു 50 രൂപയുടെ എങ്ങാണ്ടാണ് ഓർഡർ കിട്ടിയത്. ഇത് മൊത്തം 20 രൂപേന്റെ ആണ് കിട്ടിയത്. ടോട്ടലി നമുക്കൊരു 70 രൂപേന്റെ ഓർഡറാണ് ഇപ്പൊ ബർഗർ ലോഞ്ചിൽ നിന്ന് എടുക്കാനുള്ളത്. ബർഗർ ലോഞ്ചിലെ ഈ 2 ഓർഡറും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ബാലൻസ് ഉള്ളത് ഒരൊറ്റ ഓർഡർ മാത്രമാണ്. ആ ഒരൊറ്റ ഓർഡറും കൂടെ കംപ്ലീറ്റ് ചെയ്താൽ നമ്മൾ 22 ഓർഡർ കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് 310 രൂപ ഇൻസെന്റീവ് ഏൺ ചെയ്യാനായിട്ട് പറ്റും. സോ ഞാനിപ്പോ ബർഗർ ലോഞ്ചിലോട്ട് പോവാണ്. ഗോ ടു ബർഗർ ലോഞ്ച്. ബർഗർ ലോഞ്ചിലൊന്നും ആൾക്കാരില്ലല്ലോ. സാധാരണ ആളുണ്ടെങ്കിൽ ഇവിടെ ബൈക്കും കാറും ഒക്കെ ആയിട്ട് കാണേണ്ടതാണ്. 0759 4503
ബർഗർ ലോഞ്ചിൽ ഇങ്ങനെയൊക്കെ ആള് കയറിയ ഇത് ലാഭത്തിലാവുമോ? ആകെ ഇവിടെ ഞാൻ ചെല്ലുന്ന സമയത്ത് 1-2 ആൾക്കാർ ഉണ്ടെങ്കിലായി. ഇപ്പൊ തന്നെ ആകെ അതിൽ 2-3 ആൾക്കാർ മാത്രമേ അതിൽ ഫുഡ് കഴിക്കുന്നുള്ളൂ. നമുക്ക് ഈ ഓർഡർ കൊണ്ടു കൊടുക്കാനുള്ളത് മീൻചന്ത ഭാഗത്തേക്കാണ്. ഗൈസ്, അങ്ങോട്ട് നോക്കുന്ന സമയത്ത് നല്ല രീതിക്ക് മഴക്കാർ കാണുന്നുണ്ട്. അതേപോലെ തന്നെ ഒയ്യോ കാറ്റ് കാറ്റ്, ഞാൻ പറയുന്ന വല്ലതും കേൾക്കുന്നുണ്ടോ നിങ്ങൾക്ക്? ബീച്ച് സൈഡിൽ കൂടെ പോകുന്നതുകൊണ്ട് നല്ല രീതിക്ക് കാറ്റടിക്കുന്നുണ്ട്. മഴ പെയ്യുവാണെങ്കിൽ ആക്ച്വലി നന്നായിരുന്നു. പക്ഷെ നമ്മുടെ ഇപ്പോ ജോലി കഴിയാറായില്ലേ, രാത്രിയും കൂടെ എടുക്കാനായിട്ട് വയ്യ. നട്ടല് റബ്ബർ ആവുന്നുണ്ടോ എന്നൊരു ഡൗട്ട്. ദേ അങ്ങോട്ട് നോക്കൂ, നിങ്ങൾക്ക് ആകാശം കാണാൻ പറ്റുന്നുണ്ടോന്ന് എനിക്കറിയില്ല. നല്ല രീതിക്ക് മഴക്കാർ കാണുന്നുണ്ടല്ലോ. മഴ പെയ്താ പക്ഷെ കുടുങ്ങും ഞാൻ. കാരണം എന്താന്ന് വെച്ചാ, ഒന്നാമത് ഞാൻ ഫോണിന്റെ ആ റെയിൻ കേസ് എടുത്തിട്ടില്ല. അപ്പൊ ഫോൺ നനഞ്ഞു പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അതല്ലെങ്കിൽ ഫോൺ ഷോപ്പിൽ നിന്നും അത് വാങ്ങണം. രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത്, എന്റെ ഫോണിൽ ചാർജ് ഇല്ല. സോ പവർ ബാങ്കുമായിട്ട് കണക്ട് ചെയ്യാനായിട്ട് പറ്റില്ല. മഴയത്ത് ഇറങ്ങുന്ന സമയത്ത് ഉണ്ടാവുന്ന ഏക ബുദ്ധിമുട്ട് ഇതാണ്. ചാർജ് തീരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും അല്ലയ്യാ? ഒരിക്കലും നമുക്ക് ചാർജ് കുത്തിക്കൊണ്ട് മഴയത്ത് ഫോൺ യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല. ഒന്നുകിൽ നല്ലൊരു ഫാസ്റ്റ് ചാർജർ, അല്ലെങ്കിൽ ഇപ്പോ പുതിയ തരം മൊബൈലുകളില്ലേ, ഈ അരമണിക്കൂർ കൊണ്ട് ഫുൾ ചാർജ്, 15 മിനിറ്റ് കൊണ്ട് 50% ചാർജ്, ആ ടൈപ്പ് മൊബൈലുകളാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഹോട്ടലിൽ ഒരു 10 മിനിറ്റ് കുത്തിട്ട് കഴിഞ്ഞാൽ ഒരു 2 മണിക്കൂർ ഓട്ടാനുള്ള മൊബൈലിന്റെ ചാർജ് കിട്ടുമല്ലോ. എന്റെ ഫോണൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മിനിമം ഒരു അരമണിക്കൂർ കുത്തിട്ടാൽ 30% ആവുകയുള്ളൂ. അതൊക്കെ ഭയങ്കര ഒരു ഇതാണ്. നമ്മുടെ ഫസ്റ്റ് ലൊക്കേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെ എവിടെയോ എന്നാണല്ലോ കസ്റ്റമർ വീട്. നസീബ്, യെസ്. 225 അല്ല 205 ആട്ടോ. ആണോ? ഞാൻ ചെയ്തട്ടെ ബാക്കി ബാലൻസ്. ഓക്കെ. അതിപ്പോ എന്താ സംഭവം ഉണ്ടായെന്നറിയോ? 205 മേടിക്കേണ്ട സ്ഥാനത്ത് 225 ഞാൻ മേടിച്ചു പോയി. 205 പുള്ളിക്കാർ പേ ശരിക്കും ചെയ്യേണ്ടത്. പക്ഷെ ഞാൻ എന്റെ മൈൻഡിൽ അത് 225 പോലെയാണ് ഞാൻ കണ്ടത്. പെട്ടെന്ന് പുള്ളിക്കാരിനോട് പറഞ്ഞപ്പോൾ പുള്ളിക്കാരി എനിക്ക് 225 ചെയ്യുകയും ചെയ്തു. ഞാൻ ബാലൻസ് അയക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ പുള്ളിക്കാരി എനിക്ക് ടിപ്പ് തരും. ആ 20 റുപ്പീസേ ഉള്ളൂ അങ്ങോട്ട് കൊടുക്കാനായിട്ട്. അപ്പൊ അതെനിക്ക് ടിപ്പ് തരും എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ പുള്ളിക്കാരി തിരിച്ച് വാങ്ങി. പക്ഷെ ഇത് ഒരു ആണുങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ മേ ബി അവര് തിരിച്ച് മേടിക്കൂല കേട്ടോ. അവര് ആ വെച്ചോ കുഴപ്പമില്ല എന്നേ പറയുള്ളൂ. ബട്ട് എന്താണെന്നറിയില്ല, പെണ്ണുങ്ങൾ എനിക്ക് അങ്ങനെ ഇതുവരെ എനിക്ക് എൻ്റെ റിയലിസ്റ്റിക് അനുഭവത്തിൽ എനിക്ക് ആ ഒരു ടിപ്പ് വളരെ കുറവാണ്. ആണുങ്ങൾ നമുക്ക് എങ്ങനെ തന്നുകൊണ്ടേയിരിക്കും. ഓക്കെ, അങ്ങനെ നമ്മളിപ്പോൾ എന്തായാലും രണ്ടാമത്തെ കസ്റ്റമർ ലൊക്കേഷനിലോട്ട് പോവുകയാണ്. മീൻചന്ത ഭാഗത്തേക്കാണ് നമുക്ക് കൊണ്ടു കൊടുക്കാനുള്ളത്. നമ്മളിപ്പോൾ ഉള്ളത് മീൻചന്ത തന്നെയാണ്. ഇവിടെ ഈ സ്കൂളിന്റെ ഭാഗത്തേക്ക് അങ്ങോട്ടേക്കോ ആണ്. ഇസ്ര എന്നാണ് വീടിന്റെ പേര്. കിടച്ചാച്ചി. അങ്ങനെ നമ്മുടെ അവസാനത്തെ ഓർഡറിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യാം ഗൈസ്. സാധാരണഗതിയിൽ ഈ അവസാനത്തെ ഓർഡർ എൻ്റെ വീടിന്റെ ഭാഗത്തേക്ക് സ്വിഗ്ഗി ഇട്ട് തരാറുണ്ട്. സോ ഇന്ന് എങ്ങനെയാന്നുള്ളത് അറിയില്ല. പിന്നെ 2 വിഷയങ്ങളാണ്. ഒന്നാമത് ഓർഡറൊക്കെ ഒരു നോർമൽ രീതിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ സ്വിഗ്ഗി ഇങ്ങനെ നമുക്ക് വീട്ടിലേക്ക് ഇട്ട് തരും, വീടിന്റെ ഭാഗത്തേക്കൊക്കെ ഇട്ട് തരും. അതായത് നമ്മളിപ്പോൾ ഡ്യൂട്ടി ഓണാക്കുന്നത് ഏത് ഭാഗത്തു നിന്നാണോ ആ ഒരു ഏരിയയിലേക്കായിരിക്കും നമുക്ക് ഇട്ട് തരിക. മതിയല്ലോ, അവിടുന്ന് അങ്ങോട്ട് നമുക്ക് സുഖമായിട്ട് വീട്ടിൽ പോകാമല്ലോ. പക്ഷെ ഇപ്പൊ നമുക്ക് ഓർഡർ കൂടുതലുള്ള സ്ഥിതിക്ക് ചിലപ്പോൾ അങ്ങനെ ഇട്ട് തരാറില്ല. കാരണം കുറച്ചും കൂടിയൊക്കെ ഇവിടെ നിൽക്ക്, പതുക്കെ പോവാമെന്നുള്ള രീതിയിൽ സ്വിഗ്ഗി നമ്മളോട് ഇങ്ങനെ ഓർഡറിലൂടെ സംസാരിക്കും. അങ്ങനെ ഇപ്പൊ പോവണ്ടെന്ന് പറയും സ്വിഗ്ഗി. ഗൈസ്, ഇന്നത്തെ ഏണിങ്സ് എന്ന് പറയുന്നത് 1300 രൂപയാണ്. സോ നമുക്ക് മൊത്തത്തിൽ എക്സ്പെൻസ് വന്നത് 300 രൂപയാണ്. നമ്മൾ 140-150 കിലോമീറ്ററോളം നമ്മൾ ഓടിയിട്ടുണ്ടായിരുന്നു. അതിനകത്ത് 300 രൂപ എക്സ്പെൻസ് കഴിച്ചിട്ട് 1000 രൂപ പ്രോഫിറ്റ് ഉണ്ട്. ഇത് സത്യം പറയുകയാണെങ്കിൽ ഞാൻ വൈകുന്നേരം വരെ നിൽക്കണം എന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. കാരണം നല്ല രീതിയിൽ മഴ ഇങ്ങനെ വരുന്ന വഴിക്ക് ഇങ്ങനെ തുള്ളിയിട്ടിട്ടുണ്ടായിരുന്നു. രാത്രിയൊക്കെ ആകുമ്പോഴത്തേക്ക് എന്തായാലും പെയ്യും. അപ്പം നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രോഫിറ്റായിട്ടൊരു 1600 രൂപേൻ്റെ അടുത്ത് ഉണ്ടാക്കാമായിരുന്നു. പക്ഷേ നന്നായിട്ട് വേദന എടുക്കുന്നുണ്ട്. നട്ടിൽ റബ്ബറായോ എന്നൊരു ഡൗട്ടുണ്ട്. സോ പറ്റുകയാണെങ്കിൽ നാളെ ഒന്ന് ഹോസ്പിറ്റലിലും പോകേണ്ടി വരും. അപ്പം ഇതാണ് ഇന്നത്തെ വീഡിയോ. സീ യു ഓൺ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.